റോബർട്ട് ഡൗണി ജൂനിയർ അഥവാ അയൺമാൻ ഇപ്പോൾ മാർവലിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്, അതും ഡോക്ടർ ഡൂമായി. ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഒട്ടനേകം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേഷൻ തന്നെയാണ് 2024 സാന്റിയാഗോ കോമിക്കോണിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അവയെപ്പറ്റി എല്ലാം തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ഇപ്രാവശ്യത്തെ സാന്റിയാഗോ കോമിക്കോണിൽ DC പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെ ഒരുപാട് അപ്ഡേഷൻസ് ഒന്നും തന്നെ DCയുടെ ഭാഗത്തുനിന്നില്ല എങ്കിൽ തന്നെയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേഷൻ DCയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും DC സ്റ്റുഡിയോസിന്റെ ഒഫീഷ്യൽ ലോഗോ ഇപ്പോൾ ജെയിംസ് ഗൺ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ക്രീച്ചർ കമാൻഡോസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് ടീസറും ഇപ്പോൾ DC പുറത്തുവിട്ടിരിക്കുകയാണ്. ഒരു ആനിമേറ്റഡ് സീരീസ് ആണെങ്കിൽ തന്നെയും വളരെയധികം പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ടീസർ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലോഗോയും എടുത്തു പറയേണ്ടത് തന്നെ പഴയകാല ക്ലാസിക് DCയുടെ ഒരു വൈബ് കൊണ്ടുവരുവാൻ ഈ ഒരു ലോഗോയ്ക്ക് സാധിക്കുന്നുമുണ്ട്. എന്തായാലും ഇവയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മാർവൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും സാന്റിയാഗോ കോമിക്കോണിലൂടെ ഫാന്റാസ്റ്റിക് ഫോറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും അതിലെ കാസ്റ്റ് മെമ്പേഴ്സിനെ എല്ലാം തന്നെ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയും ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന ഒഫീഷ്യൽ ടൈറ്റിൽ റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 60s നടക്കുന്ന റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിൽ സംഭവിക്കുന്ന അവരുടെ വേൾഡിലെ ഫാന്റാസ്റ്റിക് ഫോർ കാറും ഈവൻ ഈ ഒരു റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് സിറ്റിയുടെ ഒരു ഒഫീഷ്യൽ ലുക്കും കൃത്യമായിട്ട് തന്നെ ഇപ്പോൾ മാർവൽ പുറത്തുവിട്ടിരിക്കുകയുമാണ്. എന്തായാലും ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഈ ഒരു മൂവിയുടെ കഥ സംഭവിക്കാൻ പോകുന്നത് മാർവലിലെ ഒഫീഷ്യൽ ടൈം ലൈൻ ആയിട്ടുള്ള 616 മറിച്ച് മറ്റൊരു ആൾട്ടർനേറ്റീവ് യൂണിവേഴ്സിലാണെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ് മാർവൽ. അതുപോലെ 2025 പുറത്തു വരാതിരിക്കുന്ന ഈ ഒരു മൂവിയുടെ ഭാഗത്തു നിന്നും മാർവൽ ഒഫീഷ്യലായിട്ട് തന്നെ ഒരു ടീസറും പുറത്തു വിട്ടിട്ടുണ്ട്. പക്ഷേ അത് യൂട്യൂബിൽ അവൈലബിൾ അല്ല. എങ്കിൽ തന്നെയും ഈ ഒരു മൂവിയിലെ മെയിൻ വില്ലൻ റോളിൽ വരാൻ പോകുന്ന ഗലാക്ടസിനെ കൃത്യമായിട്ട് തന്നെ ടീസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ട്രെയിലർ അവസാനിക്കുന്നത്. അതേ തുടർന്ന് തണ്ടർബോൾട്സുമായി ബന്ധപ്പെട്ടിരുന്ന മാർവൽ പാനലിലൂടെ തണ്ടർബോൾട്സ് ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് ഉള്ളതെന്നും ഈ ഒരു മൂവിയുടെ ഷൂട്ടിംഗ് സെറ്റിന് വേണ്ടി എനേല പനോവ അഥവാ ഫ്ലോറൻസ് വ്യൂ വേൾഡിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ബിൽഡിംഗ് ആയിട്ടുള്ള മെർബക്ക 118 നിന്നും താഴേക്ക് ചാടി സ്റ്റണ്ട് ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു മൂവിയുടെ ഹാർട്ട് ആൻഡ് സോൾ ആയിരിക്കാൻ പോകുന്നത് ഈ ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കുമെന്ന് സെബാസ്റ്റ്യൻ സ്റ്റാനും ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു മൂവിയിൽ അപ്പിയറൻസ് നടത്താൻ പോകുന്ന ഗോസ്റ്റ്, ടാസ്ക് മാസ്റ്റർ, US ഏജന്റ്, റെഡ് ഗാർഡിയൻ തുടങ്ങിയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ഒഫീഷ്യൽ ന്യൂ ലുക്കും ഇപ്പോൾ സാന്റിയാഗോ കോമിക്കോണിലൂടെ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പുതിയൊരു ട്രെയിലറിനോടൊപ്പം തന്നെ ഈ ഒരു മൂവിയുടെ പാനലിലൂടെ താനും ടോം ഹോളൻഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു ട്രോൾ പിന്നെയും എടുത്തിട്ടിരിക്കുകയാണ് ആന്റണി മൈക്കി. എനിക്കിപ്പോൾ മൂവി ആയെന്നും എന്നാൽ ടോം ഹോളൻഡ് തന്റെ അത്ര ഹൈറ്റ് ഇല്ലെന്നുമുള്ള ഒരു ഫണ്ണി സ്പീച്ച് പുറത്തു വിട്ടുകൊണ്ട് പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും ടോം ഹോളൻഡ് റിപ്ലൈക്ക് വേണ്ടി കാത്തിരിക്കാം. എന്നിരുന്നാലും ഈ ഒരു മൂവിയിലെ മെയിൻ വില്ലൻ റോളിൽ വരാൻ പോകുന്ന ജിയാൻ കാർലോ എസ്പെസിറ്റോ സർപ്പൻ സൊസൈറ്റിയിലെ തന്നെ ഒരു മെയിൻ ലീഡർ ആയിട്ടുള്ള സൈഡ് വിൻഡർ എന്ന ക്യാരക്ടറായിട്ടാണ് വരാൻ പോകുന്നതെന്നും ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. കോമിക്സിലുള്ള ലുക്കിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രൂപം തന്നെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നതെങ്കിൽ തന്നെയും ജിയാൻ കാർലോ എസ്പെസിറ്റോയെ പോലെ ആക്ടർ ഈ ഒരു റോൾ ഇപ്പോൾ എടുത്തു ചെയ്യണമെങ്കിൽ അതൊരു നിസ്സാര കാര്യമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഈ ഒരു ക്യാരക്ടറിന്റെ ഒരു സ്പിൻ ഓഫ് സീരീസും പുറത്തു വരാൻ പോകുന്നുണ്ടെന്ന് ഇദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുമുള്ളതാണ്. എന്തായാലും മൂവിയുടെ പുതിയ അപ്ഡേഷൻസ് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു മൂവിയുടെ ഭാഗത്തു നിന്നും ജനറൽ തണ്ടർബോൾട്ട് റോസ് അഥവാ റെഡ് ഹൾക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു 15 സെക്കൻഡ്സ് വീഡിയോയും പുറത്തു വിട്ടിരുന്നതെങ്കിൽ തന്നെയും അത് യൂട്യൂബിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ഇട്ടാൽ എന്റെ ചാനൽ തന്നെ അടിച്ചു പോകും. എന്തായാലും ഒരു മാസത്തിനുള്ളിൽ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആകും. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇവയ്ക്കെല്ലാം ശേഷം മാർവൽ ഫാൻസ് വളരെയധികം കാലമായി വെയിറ്റ് ചെയ്തിരുന്ന രണ്ട് അപ്ഡേഷൻസ് തന്നെയാണ് സീക്രട്ട് വാർസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. കാങ് ഡൈനസ്റ്റി ഇല്ലാതായതിനോടുകൂടി തന്നെ സീക്രട്ട് വാർസിനെ തന്നെ രണ്ട് പാർട്ടായിട്ട് തിരിച്ച് പാർട്ട് 1 പാർട്ട് 2 എന്ന രീതിയിൽ പുറത്തിറക്കുമെന്നായിരുന്നു എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്തിരുന്നെങ്കിൽ തന്നെയും മാർവൽ തന്നെ എല്ലാവർക്കും ഒരു ട്വിസ്റ്റ് നൽകിക്കൊണ്ട് ഈ ഒരു മൂവി പഴയതുപോലെ തന്നെ പുറത്തിറക്കുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ കാങ് ഡൈനസ്റ്റിക്ക് പകരം 2026 പുറത്തു വരാനിരിക്കുന്ന ഈ ഒരു മൂവിയിലെ മെയിൻ വില്ലനായി വരാൻ പോകുന്നത് സാക്ഷാൽ ഡോക്ടർ ഡൂം ആയിരിക്കുമെന്നും അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്ന് ഈ ഒരു പ്രൊജക്ടിന് പേര് കൊടുത്തിരിക്കുകയുമാണ്. അതിനുശേഷം 2027 പുറത്തു വരാനിരിക്കുന്ന മൂവി അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് എന്ന ലേബലിൽ തന്നെ പുറത്തിറങ്ങുന്നതായിരിക്കുമെന്നും ഇപ്പോൾ മാർവൽ കൺഫേം ചെയ്തിട്ടുമുണ്ട്. അത് മാത്രമല്ല ഈ രണ്ട് മൂവിയിലെ മെയിൻ വില്ലനായി വരാൻ പോകുന്ന ഡോക്ടർ ഡൂമായി RDJ അഥവാ റോബർട്ട് ഡൗണി ജൂനിയറിനെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് റിട്ടേൺ ചെയ്യിപ്പിച്ചിരിക്കുകയാണെന്നുള്ള അപ്ഡേഷനും ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ വന്നിട്ടുമുണ്ട്. ഈവൻ എല്ലാ മാർവൽ ഫാൻസിനും ഇത് വളരെയധികം സർപ്രൈസിംഗ് ആയിരുന്നു എങ്കിൽ തന്നെയും ചിലർ ഇതിനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ കാങ് എന്ന ക്യാരക്ടറിന് കൗണ്ടർ ആയിട്ടുള്ള ഒരു വില്ലനായിട്ട് തന്നെയാണ് ഇവിടെ ഡോക്ടർ ഡൂമിനെ ഇപ്പോൾ MCUലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്.
ചെയ്തിരിക്കുന്നത്. ഇതുവരെ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്ന കാങ്ങിന്റെ ക്യാരക്ടർ ആർക്കിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്യാരക്ടറിനെ തിരിച്ചു കൊണ്ടുവന്നത്. തരത്തിൽ ഫാൻസിനെ നൊസ്റ്റാൾജിയ വിറ്റ് കാശാക്കുവാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും പുതിയൊരു ക്യാരക്ടറിന് പ്രപ്പേ നിറക്കുകയാണെങ്കിൽ അത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ലേ. എന്നാൽ ഇതുവരെ ഒരു വലിയ ക്യാരക്ടർ ആർക്ക് കൊണ്ടുവന്നിരിക്കുന്ന അയൺമാൻ വേരിയന്റിനെ ഒരു വില്ലനായിട്ട് കാണിക്കുകയാണ്. അത് ഈസിലി എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആകും എന്നതുകൊണ്ട് തന്നെയാണ് അയൺമാൻ ക്യാരക്ടർ ആയിട്ടുള്ള റോബർട്ട് ഡൗണി ജൂനിയറിനെ തന്നെ വീണ്ടും മാർവലിലേക്ക് റിട്ടേൺ ചെയ്യിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആവേണ്ടത് ജോനാഥൻ മേജേഴ്സിനോട് തന്നെയാണ്. പുള്ളിക്കാരൻ തന്റെ എക്സിനെ അടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും തന്നെ സംഭവിക്കുകയില്ല. ഇപ്പോൾ കാങ് ഡൈനസ്റ്റി ആയിട്ട് തന്നെ ഇരുന്നേനെ. ഇനി നിങ്ങൾക്കാർക്കും അറിയാത്തൊരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. യഥാർത്ഥത്തിൽ ജോനാഥൻ മേജേഴ്സ് RDJനെ തിരിച്ച് മാർവലിൽ കൊണ്ടുവരാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു നെക്സസ് ഇവന്റ് തന്നെയായിരുന്നു തന്റെ എക്സിനെ പബ്ലിക്കായിട്ട് അറ്റാക്ക് ചെയ്തത്. പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ആരോടും പറയല്ലേ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സാന്റിയാഗോ കോമിക്കോൺ 2024 നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ ഏതാണ് എന്നുള്ള കാര്യം താഴെ മറക്കാതെ തന്നെ കമന്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.